ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഫേഷ്യൽ ഷേവിങ് അല്ലെങ്കിൽ ഫേഷ്യൽ റേസർ, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആരൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ സ്കിന്നുകാർക്കാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ, അപ്പോൾ ഇതിൻ്റെ യൂസേജസ്, ഇതൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എല്ലാവരും നോക്കാം. നമ്മൾ ഫേഷ്യൽ റേസറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കുറേ ഡൗട്ട്സ് ഇപ്പോഴും ഉണ്ട്. മുഖത്തെ രോമങ്ങൾ കളയാനായിട്ടാണ് ഈ ഫേഷ്യൽ റേസർ നമ്മൾ സാധാരണ യൂസ് ആക്കുന്നത്. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, മുഖത്തെ രോമങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വരുന്ന രോമങ്ങൾ ഭയങ്കര കട്ടി കൂടുതലായിരിക്കുമോ, അല്ലെങ്കിൽ രോമവളർച്ച ഭയങ്കരമായിട്ട് കൂടുമോ, അല്ലെങ്കിൽ ഇത് മാത്രമല്ല സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ പോവും, PCOS ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പാടില്ലേ, ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ത്രെഡിങ് ഫേസിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ പുരികം ത്രെഡ് ചെയ്യുന്ന പോലെ മുഖത്തെ രോമങ്ങൾ കളയാനായിട്ട് ത്രെഡിങ് ചെയ്യാറുണ്ട്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതേപോലെ നിങ്ങൾ കുറേ പേര് ഫേസിൽ വാക്സ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സ്കിന്നിന് തന്നെ ഡാമേജ് വരുന്നതായിരിക്കും. സെൻസിറ്റീവ് സ്കിന്നുകാർ ഒരിക്കലും സ്കിന്നിൽ വാക്സ് ഒന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഫേഷ്യൽ റേസർ ഉപയോഗിക്കാനായിട്ടൊരു 1 ഇയർ ആയി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പേടി കാരണം തന്നെയാണ്, ഇതുപോലത്തെ കുറേ ഡൗട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഡൗട്ട്സിൻ്റെ ആൻസേഴ്സ് ആദ്യം തന്നെ നോക്കാം. ഫേസിൽ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ രോമങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഒരിക്കലും അത് കൂടാനും പോകുന്നില്ല, അതേപോലെ രോമങ്ങളൊന്നും തിക്കായിട്ട് വരാനും പോകുന്നില്ല. അപ്പം നമുക്ക് ചെറുതായിട്ട് ആദ്യത്തെ ഷേവിങ്ങിന് ശേഷം നമുക്ക് തോന്നും, നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കുമല്ലോ എങ്ങനെയാണ് വരുന്നുണ്ടോ. അപ്പോൾ ആ ഒരു തോന്നൽ നമുക്ക് തോന്നും ഫസ്റ്റ് ടൈം ആയിട്ട് ഭയങ്കര വേഗത്തിലാണ് വരുന്നതെന്നൊക്കെ. പക്ഷേ അത് നമുക്ക് തോന്നുന്നതാണ്, കട്ടിയിലാണ് വരുന്നതെന്നൊക്കെ തോന്നും. അത് നമ്മുടെ തോന്നലാണ്, പിന്നെ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്നും കൂടി സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യൽ ഷേവിങ് ചെയ്യുമ്പം. അപ്പോൾ ഒരു പ്രാവശ്യം ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ തൊടുമ്പോൾ നമുക്ക് അതിന് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യും എന്തൊരു സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഫേസിലെ ഹെയറൊക്കെ കളഞ്ഞ് മേക്കപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി സോഫ്റ്റും ഗ്ലോയും ആകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെങ്കിൽ ഫേഷ്യൽ റേസർ നല്ലൊരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്കിനിയും ഉപയോഗിക്കാനായിട്ട് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം മീശയുടെ ഭാഗം മാത്രം ഷേവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കട്ടിയിലാണ് അല്ലെങ്കിൽ ഡാർക്കൊക്കെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് ഇതിന് മുമ്പ് ചെയ്തിരുന്നത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് കാർമെസിയുടെ ഫേഷ്യൽ റേസർ ഫോർ വുമൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പാക്കിൽ 3 എണ്ണമായിട്ടാണ് കിട്ടുക. അപ്പോൾ എൻ്റെ ഒരെണ്ണം മിസ്സിങ് ആയതുകൊണ്ട് 2 എണ്ണം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. ഞാനിത് എപ്പോഴും ചെയ്യാറൊന്നുമില്ല, എനിക്ക് വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വളരുമ്പോൾ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബ്ലേഡാണ് ഇതിൻ്റെത്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് മുറിവുകൾ, പോറൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് വരില്ല. അപ്പോൾ എനിക്കിത് വരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഐബ്രോസ്, അപ്പ് ഫോർഹെഡ്, ചിന്ന് അതൊക്കെ നമുക്ക് റിമൂവ് ആക്കാനായിട്ട് പറ്റും. പിന്നെ അതൊരു സിക്സാക്ക് പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് സുഖമായിട്ട് സ്ലിപ്പ് ആവാതെ സോഫ്റ്റായിട്ട് പോകാനായിട്ട് ഫ്രോസ്റ്റഡ് ആൻറ്റി സ്ലിപ്പ് ഗ്രിപ്പാണ് ഇതിനുള്ളത്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ആക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 ആണ് 3 എണ്ണത്തിന്. അപ്പോൾ പർപ്പിളിൽ 209ഉം ആമസോണിലും 173ലും ഫ്ലിപ്കാർട്ടിനും 173ലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡിൻ്റെ ഉണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ യൂസേജ് ആണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മേക്കപ്പിന് ശേഷം നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല ഗ്ലോ കിട്ടും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ അതേപോലെ ഡെഡ് സ്കിൻ സെൽസൊക്കെ നമ്മളുടെ സ്കിന്നിൽ റിമൂവ് ആക്കുന്നുണ്ട്. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം തന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ടിട്ട് ഫേസ് ഷേവ് ചെയ്യരുത്. അതേപോലെ പിമ്പിൾസ് കുറേയുള്ള ഏരിയ ഒരിക്കലും ഷേവ് ചെയ്യരുത്, പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഒരിക്കലും ഫേഷ്യൽ റേസർ വെച്ചിട്ട് ഫേഷ്യൽ ഷേവ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് ഷേവ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സാണ്. അപ്പോൾ 5 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നിങ്ങൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ ഫേസ് വാഷ് ഇതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്, പോൺസിൻ്റെ. അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇനി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആണെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ
എങ്ങനെ എന്തെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾ ചെയ്യാനായിട്ട് എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക മുഖത്തും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്തെങ്കിലും അപ്ലൈ ചെയ്യാതെ ഒരിക്കലും ഫേഷ്യൽ റൈസർ യൂസ് ആക്കാനായിട്ട് പാടില്ല. പിന്നെ ഈ കാർമെസിൽ തന്നെ ഒരു ഫേഷ്യൽ ഷേവിങ് ക്രീം ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മോയ്സ്ചറൈസേഴ്സ് ആയാലും മതി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഹെയർസ് ഫേഷ്യൽ റൈസർ കൊണ്ട് കളയാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഇതിൽ കാണുന്നത്, പക്ഷേ മുഴുവൻ റെക്കോർഡായിട്ടില്ല, കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്കിന്ന് ടൈറ്റാക്കി നല്ലോണം പിടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരിക്കലും കളയരുത്, സെയിം ഡയറക്ഷനിൽ വേണം കളയാനായിട്ട്, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ടിഷ്യൂവിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഹെയർസാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ഹെയർ നമ്മുടെ മുഖത്ത് ഇരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഷേവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി ആ ക്യാപ്പ് ഇട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇനിയും വീണ്ടും ഉപയോഗിക്കേണ്ടതാണ്, മുഖത്ത് ഉപയോഗിക്കേണ്ടതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് നോക്കാം. പിന്നെ ഇത് ഐബ്രോയ്സ് യൂസ് ചെയ്യാനായിട്ട് വേറെ പാറ്റേൺ ബ്ലേഡ് ഉണ്ട്, പക്ഷേ ഇത് പറ്റുന്നില്ല എന്നുള്ളവർക്ക് അങ്ങനെ സെപ്പറേറ്റ് മേടിക്കാനായിട്ട് നോക്കാം. ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 5. ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുക. അതായത് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് മുഖം ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുക, അല്ലെങ്കിൽ നമ്മൾ അലോവേര ജെല്ലുണ്ടെങ്കിൽ അതായാലും മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ റൈസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കമൻസിൽ പറയാം, എങ്ങനത്തെ ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.